അഹമ്മദാബാദ് വിമാന ദുരന്തം സംഭവിച്ചിട്ട് 1 മാസം പിന്നിടുമ്പോൾ ദുരന്തം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നു. വിമാനം ആകാശത്ത് പറന്നുയർന്ന് 32 സെക്കൻഡുകൾക്കകം 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. ഇന്ധനം വരുന്ന സ്വിച്ചുകൾ ഉടൻ പ്രവർത്തിക്കും മുൻപേ വിമാനം തകർന്നു വീണുവെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചു. വിമാനം പറന്നുയർന്ന 600 അടി ഉയരത്തിലെത്തിയപ്പോൾ തന്നെ എഞ്ചിനുകളിലേക്ക് ഇന്ധനം വരുന്ന സ്വിച്ചുകൾ ഓഫായി. എഞ്ചിന്റെ പ്രവർത്തനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. തുടർന്ന് അടിയന്തരമായി പൈലറ്റുമാർ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നതിൽ അവ്യക്തത തുടരുകയാണ്. പൈലറ്റുമാർക്കിടയിൽ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എന്ന സംശയമാണ് കോക്പിറ്റിൽ നിന്നുള്ള വോയിസ് ഓവറിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്ധനം വരുന്ന സ്വിച്ചുകൾ എന്തിന് ഓഫ് ചെയ്തുവെന്ന പൈലറ്റിന്റെ ചോദ്യവും താൻ ഓഫ് ചെയ്തില്ല എന്ന സഹ പൈലറ്റിന്റെ മറുപടിയും കോക്പിറ്റിലെ വോയിസ് ബോക്സിലുണ്ട്. പിന്നീട് ഇന്ധനം വരുന്ന സ്വിച്ചുകൾ 4 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനു മുൻപ് വിമാനം തകർന്നു വീണുവെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ റാം എയർ ടർബൻസും ഓൺ ആയിരുന്നുവെന്നാണ് മറ്റൊരു കണ്ടെത്തൽ. വിമാനത്തിലെ വൈദ്യുതി ഹൈഡ്രോളിക് സർക്യൂട്ട് പ്രവർത്തനക്ഷമമല്ലാതാകുമ്പോഴാണ് റാറ്റ് പ്രവർത്തിക്കുന്നത്. ചുരുക്കത്തിൽ 2 എഞ്ചിനുകളും ഒരേ സമയം നിശ്ചലമായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അപകട സമയത്ത് 230 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 15 പേർ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് 2:09 മെയ്ഡേ കോൾ എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് വന്നിരുന്നുവെങ്കിലും തിരിച്ച് കോക്പിറ്റിലേക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം അഹമ്മദാബാദിന് സമീപം തകർന്നു വീഴുകയായിരുന്നു. സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.